Hi everyone, എല്ലാവർക്കും നമസ്കാരം. Welcome back to Candlelights. My name is Marietta. നമ്മൾ parts of speechലെ pronoun തുടങ്ങി വെച്ചു. അതിൻ്റെ definition, commonly യൂസ് ചെയ്യുന്ന pronouns, അതേപോലെ different types of pronouns. അപ്പോൾ ഈ different types of pronouns, let me remind you again, okay? Personal pronouns, possessive pronouns, reflexive pronouns, relative pronouns, indefinite pronouns, interrogative pronouns, demonstrative pronouns and reciprocal pronouns. So today in this video we are going to discuss about personal pronouns. Personal pronouns ennu parnal they are used to represent people or things. There are two kinds of personal pronouns: subjective personal pronouns and objective personal pronouns. കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും, but it's nothing. Subjective personal pronoun എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it acts as the subject of a sentence. മറ്റേ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ obviously object ആയിട്ട് ആക്ട് ചെയ്യണം. So let's see first subjective personal pronoun. Subjective personal pronoun നമ്മൾ പറഞ്ഞു, ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന പ്രോനൗണിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് സബ്ജക്റ്റ് ഉള്ളത്. ഇതിന് മുമ്പ് ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബേസിക് പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇവിടെ ഇടാം, അത് ഒന്ന് പോയി നോക്കുക, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഓക്കെ, സോ ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺസ്? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഇതൊക്കെയാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺസ്. അതിൻ്റെ എക്സാമ്പിൾസ് കൂടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഐ ഹാവ് എ പെറ്റ്. It is sleeping in the dining room. I have a pet cat. Okay. I, അവിടുത്തെ സബ്ജക്റ്റ് I, അത് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ ആണ്. It is sleeping in the dining room. It, ആ കാറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. It is sleeping in the dining room. അപ്പോൾ അവിടുത്തെ നമ്മൾ I, it, ഈ രണ്ട് സബ്ജക്റ്റീവ് പ്രോനൗണിനെ കണ്ടു. നെക്സ്റ്റ്, they play football daily. They play football daily. They, okay. We love to watch movies. We love to watch movie. You are beautiful. You, subjective personal pronoun. He is a bright student. He is a bright student. He, again subjective personal pronoun. Next one, she is the smartest girl in the class. She is the smartest girl in the class. So again, she സബ്ജക്റ്റിൻ്റെ പ്ലേസിലാണ് സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ എന്താണ്? അത് ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ സബ്ജക്റ്റ്, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ സ്വീകരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു വസ്തുവാണ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റിൻ്റെ പ്ലേസിൽ വരുന്ന പ്രോനൗണിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. സോ ഈ നമ്മൾ നേരത്തെ കണ്ടു സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺസ് ഏതൊക്കെയായിരുന്നു? ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. അതൊക്കെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പ്ലേസിൽ വരികയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഐ എന്തായിട്ട് മാറും? ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ ആകുമ്പോൾ മീ. യുവിന് ചേഞ്ചസ് ഒന്നും വരില്ല, യു എന്ന് തന്നെയാണ് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ. അതേപോലെ ഹി, ഹിം, ഷീ, ഹർ, ദേ, ദം, വി, അസ്, ഇറ്റ്. ഇറ്റിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ് എന്നുള്ളത് ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ ആകുമ്പോൾ ഇറ്റ് തന്നെയാണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഹിമ ബോട്ട് ഹിം എ ഗിഫ്റ്റ്. ഹിമ ബോട്ട് ഹിം. അപ്പോൾ അവിടുത്തെ ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ നമ്മൾ കണ്ടു, ഒബ്ജക്റ്റിൻ്റെ പ്ലേസിൽ ഹിം. ഓക്കെ. ഷീ ഹൈഡ് ഇറ്റ് അണ്ടർ ദ കൗച്ച്. ഷീ ഹൈഡ് ഇറ്റ്. നേരത്തെ പറഞ്ഞില്ലേ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗൺ ഒബ്ജക്റ്റിൻ്റെ പ്ലേസിൽ വന്നാലും ഇറ്റ് തന്നെയായിരിക്കും. യു, ഇറ്റ്, അതിന് മാറ്റങ്ങളൊന്നും വരില്ല. നെക്സ്റ്റ്, ഷീ ടോൾഡ് ദം ദ ട്രൂത്ത്. ഷീ ടോൾഡ് ദം. ദം അവിടെ ഒബ്ജക്റ്റിൻ്റെ പ്ലേസിലാണ്. നെക്സ്റ്റ്, രവി സർപ്രൈസ്ഡ് ഹെർ വിത്ത് റോസസ്. Ravi surprised her.
ഒബ്ജക്റ്റിൻ്റെ പ്ലേസിൽ. സുമ ഹെൽപ്ഡ് us to do the homework. സുമ helped us. ഓക്കെ, വി എന്നുള്ളത് ഒബ്ജക്റ്റിൻ്റെ പ്ലേസിൽ വരുമ്പോൾ us. സാം ഡ്രോപ്ഡ് മീ അറ്റ് ഹോം. സാം ഡ്രോപ്ഡ് മീ അറ്റ് ഹോം. സാം ഡ്രോപ്ഡ് മീ, ഐ എന്നുള്ളത് ഒബ്ജക്റ്റിൻ്റെ പ്ലേസിൽ വരുമ്പോൾ മീ. സോ നമ്മൾ സബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗണും ഒബ്ജക്റ്റീവ് പേഴ്സണൽ പ്രോനൗണും കണ്ടു. ഇത്രയേ ഉള്ളൂ പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രോനൗൺസിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കോമെൻറ്റ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലീവ് ഇറ്റ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ ബിലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. Stay tuned. Take care. Bye.